വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡേറ്റ വെയർഹൗസ് 3 ടയർ ആർക്കിടെക്ചർ എന്നുള്ളത്. ഡേറ്റ വെയർഹൗസ് 3 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 3 ടയേഴ്സ് ആണുള്ളത്. ബോട്ടം ടയർ ഉണ്ട്, മിഡിൽ ടയർ ഉണ്ട്, ടോപ്പ് ടയർ ഉണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ആർക്കിടെക്ചർ നോക്കാം. ആദ്യം തന്നെ ഡേറ്റ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പറേഷണൽ ഡേറ്റാബേസിൽ നിന്നും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഡേറ്റാബേസിൽ നിന്നാണ് നമ്മൾ ഡേറ്റ എടുക്കുന്നത്. ആ ഡേറ്റേനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു, ലോഡ് ചെയ്യുന്നു, ക്ലീൻ ഓർ റിഫ്രഷ് ഇത്രയും പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് അത് എന്തിലോട്ട് വരുന്നത്, ബോട്ടം ടയർ അല്ലെങ്കിൽ ബോട്ടം ലെയർ ആയിട്ടുള്ള ഡേറ്റ വെയർഹൗസ് സെർവറിലോട്ട് എത്തുന്നത്. ഈ ഡേറ്റ വെയർഹൗസ് സെർവർ അതായത് ബോട്ടം ടയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. മോണിറ്ററിംഗ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതേപോലെ തന്നെ മെറ്റാ ഡേറ്റ റെപ്പോസിറ്ററി ഉണ്ട്, ഡേറ്റ മാർട്സ് ഉണ്ട്. ഡേറ്റ മാർട്സിലാണ് ഇവിടുന്ന് വരുന്ന ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഇനി മിഡിൽ ലെയർ എന്ന് പറയുന്നത് OLAP സെർവറാണ്. ഈ OLAP സെർവറിൽ OLAP സെർവേഴ്സ് ആണുള്ളത്. അതെല്ലാം ഈ ഡേറ്റ മാർട്സിലോട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഫൈനലി നമ്മുടെ ടോപ്പ് ടയറിലോട്ട് എന്താണ് വരുന്നത്, ഈ മിഡിൽ ലെയറിൽ നിന്നും ഔട്ട്പുട്ടാണ് ടോപ്പ് ടയറിലോട്ട് പോകുന്നത്. ഈ ടോപ്പ് ടയറിൽ ഫ്രണ്ട് എൻഡ് ടൂൾസ് ആണ് ഉള്ളത്. അതായത് ക്വറി റിപ്പോർട്ട്, അനാലിറ്റിക്സ്, ഡേറ്റ മൈനിങ് ഇത്രയും കാര്യങ്ങളാണ് ഡേറ്റ വെയർഹൗസ് 3 ടയർ ആർക്കിടെക്ചറിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് നോക്കാം. ഡേറ്റ വെയർഹൗസ് 3 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ഡിസൈൻ ആണ്. അത് ഡേറ്റ വെയർഹൗസ് സിസ്റ്റത്തിനെ 3 ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് നമ്മുടെ ബോട്ടം ടയർ, മിഡിൽ ടയർ, ടോപ്പ് ടയർ. എന്തിനാണ് ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഡേറ്റേനെ എഫിഷ്യൻ്റായിട്ട് സ്റ്റോർ ചെയ്യാനും അതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്യാനും അനാലിസിസ് നടത്താനുമാണ് ഈ 3 ലെയറായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ആദ്യത്തെ ടയറായിട്ടുള്ള ബോട്ടം ടയർ എന്താണെന്ന് നോക്കാം. ബോട്ടം ടയർ എന്ന് പറയുന്നത് ഡേറ്റ സോഴ്സ് ആൻഡ് സ്റ്റോറേജ് ലെയർ എന്നാണ് ഈ ബോട്ടം ടയറിനെ വിളിക്കുന്നത്. ബോട്ടം ടയറാണ് ഡേറ്റ കളക്ഷനും അതേപോലെ തന്നെ സ്റ്റോറേജിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ. ഈ ഡേറ്റ എവിടെ നിന്നാണ് വരുന്നത്, നമ്മളിവിടെ കണ്ടില്ലേ, ഡേറ്റ കംസ് ഫ്രം ഓപ്പറേഷണൽ ഡേറ്റാബേസ് ആൻഡ് എക്സ്റ്റേണൽ ഡേറ്റാബേസസ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്ത പോയിന്റ് എന്താണ്, ദ ഡേറ്റ ഈസ് പ്രോസസ്ഡ് യൂസിങ് ETL യൂസ് ചെയ്തിട്ടാണ് ഈ ഡേറ്റേനെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ഈ ETL എന്ന് പറയുന്ന സംഭവം, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം, ലോഡ്, ഇതാണ് ഈ ETL എന്ന് പറയുന്നത്. എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റേനെ നമ്മൾ സോഴ്സസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതായത് ഈ ഓപ്പറേഷണൽ ഡേറ്റാബേസും എക്സ്റ്റേണൽ ഡേറ്റാബേസും ഒക്കെയാണ് സോഴ്സസ്. അവിടെ നിന്നും ഡേറ്റേനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഇനി ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫോം ഡേറ്റ അതായത് ഡേറ്റയെ ക്ലീൻ ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, റീഫോർമാറ്റ് ചെയ്യുന്നു. ലോഡ് ഡേറ്റ ഇൻറ്റു ഡേറ്റ വെയർഹൗസ്. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ബോട്ടം ടയറിൽ ETL എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നത്. ഇനി ഈ ഡേറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റോർസ് ഇൻ ഡേറ്റ വെയർഹൗസ്. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ലോഡ് ചെയ്തെടുക്കുന്ന ഡേറ്റയെ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു, ഡേറ്റ വെയർഹൗസിൽ സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഡേറ്റ മാർട്സിലും ഈ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ ബോട്ടം ടയറിൽ എന്തൊക്കെയാണ് പിന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, മെറ്റാ ഡേറ്റ റെപ്പോസിറ്ററി ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, മോണിറ്ററിംഗ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോട്ടം ലെയറിലുള്ളത്. മെയിൻ പർപ്പസ് എന്താണ് ബോട്ടം ടയറിൻ്റെ, ഈ ഡേറ്റയെ ക്ലീൻ ആയിട്ടും അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻറ്റും ആയിട്ടുള്ള ഡേറ്റയെ സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ക്ലീൻ, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ഡേറ്റ. ഇതാണ് മെയിൻലി ബോട്ടം ടയറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതാണ് നമ്മുടെ മിഡിൽ ടയർ. മിഡിൽ ടയർ എന്ന് പറയുന്നതിന് വേറൊരു പേര് കൂടെ ഉണ്ട്, OLAP ലെയർ എന്ന് വിളിക്കാം. OLAP, ഈ മിഡിൽ ടയറിൽ എന്താണുള്ളത്, OLAP സെർവേഴ്സ് ആണുള്ളത്. OLAP നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. OLAP എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്. എന്താണത് പെർഫോം ചെയ്യുന്നത്, ഫാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ അനാലിസിസും അതേപോലെ തന്നെ കോംപ്ലക്സ് ക്വറീസ് ഇതെല്ലാം പെർഫോം ചെയ്യാൻ OLAPക്ക് പറ്റും. അതേപോലെ തന്നെ OLAP കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. ആ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രിൽ ഡൗൺ ഉണ്ട്, റോളപ്പ് ഉണ്ട്, സ്ലൈസ് ഉണ്ട്, ഡൈസ് ഉണ്ട്, പിവോട്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഇത്ര ഓപ്പറേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. മെയിൻലി ഈ OLAP ലെയറിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പർപ്പസ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ അനാലിസിസ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് മിഡിൽ ടയറിൻ്റെ മെയിൻ പർപ്പസ്. എഫിഷ്യൻറ്റ് മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ അനാലിസിസ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ടോപ്പ് ടയർ. ടോപ്പ് ടയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, ഫ്രണ്ട് ആൻഡ് ലെയേഴ്സ് ആണ് ടോപ്പ് ടയറിൽ വരുന്നത്. ടോപ്പ് ടയർ ആരായിരിക്കും യൂസ് ചെയ്യുന്നത്, ഫ്രണ്ട് ആൻഡ് ടൂൾസ് അല്ലേ അത് യൂസ് ചെയ്യുന്ന ആരായിരിക്കും, അപ്പോൾ എൻ യൂസേഴ്സ് അല്ലേ.
ഇൻക്ലൂഡ്സ് ഫ്രണ്ട് ആൻഡ് ടൂൾസ് ഫോർ എന്തിനൊക്കെയുള്ള ഫ്രണ്ട് ആൻഡ് ടൂൾസ് ആണ് അവിടെ വരുന്നത്? ക്വറി ആൻഡ് റിപ്പോർട്ടിംഗ്, അനാലിറ്റിക്സ്, ഡേറ്റ മൈനിങ്, ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് ആൻഡ് ടൂൾസ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. മെയിൻലി ഇതിൻ്റെ പർപ്പസ് എന്താണെന്നാണ് പറയുന്നത്? മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ യൂസേഴ്സിലോട്ട് പ്രസൻറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി. ഇത്രയാണ് സിംപ്ലി നമ്മുടെ ഡേറ്റ വെയർഹൗസ് 3 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ആർക്കിടെക്ചർ വരയ്ക്കുക, ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം എഴുതുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.